കാണാനൊക്കെ നല്ല അടിപൊളി കളറാണ്. അപ്പോൾ ടേസ്റ്റും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഒരാളിങ്ങനെ കൂടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചെയ്യാൻ നല്ല രസമുണ്ട്. കാലം പോയൊരു പോക്കി നമ്മുടെ കൂടെ കുക്കിംഗ് ചെയ്യാൻ ജമിനി ചേച്ചി വരെ. ഇതിന് മേളിൽ ഞാനൊരു ബട്ടർ ഇടുന്നുണ്ട്. ചുമ്മാ ഇരുന്നോടാ, ഇടിതാവുന്നില്ല. ഹലോ ജമിനി ചേച്ചി, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ലിസ്റ്റ് ഞാൻ തന്ന എനിക്കൊരു റെസിപ്പി ഉണ്ടാക്കി തരാമോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിലിരിക്കുന്ന ആ സാധനങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. പലപ്പോഴും ഉപയോഗമില്ലാതെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നല്ല അടിപൊളി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് കൂടുതൽ സഹായിക്കാൻ കഴിഞ്ഞേക്കും. പാചകം, കുറച്ച് ചേരുവകൾ, പച്ചക്കറികൾ, മീൻ, ഇറച്ചി, അങ്ങനെയാണെങ്കിൽ നല്ലൊരു റെസിപ്പി പറഞ്ഞു തരാം. ക്രാഫ്റ്റ് DIY, എനിക്കൊന്ന് ഇച്ചിരി സംസാരിക്കാൻ സമയം തരുമോ? തുണികൾ എന്നിവയാണെങ്കിൽ അവ കൊണ്ട് വീട് അലങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. റിപ്പയറിംഗ്, എന്തെങ്കിലും സാധനങ്ങളാണോ അത് നന്നാക്കാൻ പറ്റുമോ? അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഓർഗനൈസിംഗ്, കുറെ സാധനങ്ങൾ കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ അടുക്കി വെക്കാം എന്ന് പറഞ്ഞു തരാം. എന്തൊക്കെ സാധനങ്ങളാണ് അവിടെയുള്ളത് എന്ന് ഒന്ന് പറയാമോ? ജെമിനി, പിന്നെ ഞാനൊരു പാചകമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു റെസിപ്പി. അപ്പം ഒരു നേരം എനിക്ക് കുറച്ച് സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ഞാൻ പറയാം, എന്റെ ലിസ്റ്റ് തരാം. പാചകമാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. റെസിപ്പി പറഞ്ഞു തരാൻ ഞാൻ റെഡി. പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്. കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ്, ബീൻസ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കൊച്ചുജാങ്ങില്ലേ നമ്മുടെ മുളക് പൊടി, അതുണ്ട്. പിന്നെ എന്താ പറയുക, ബട്ടർ എപ്പോഴും ഞാൻ മറക്കും. ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാവോ, ഇത്രയും റെസിപ്പീസ് ഉണ്ട്. അത് വെച്ചിട്ട് എനിക്കൊരു റെസിപ്പി പറഞ്ഞ ഒരു നേരത്തേനുള്ളത് വേണേ. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു കിഡിലൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ആദ്യമായി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ചിക്കൻ ബ്രസ്റ്റിലേക്ക് ആവശ്യത്തിന് മുളകുപൊടിയും ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് ചൂടാവുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് ആ ബട്ടറിന്റെ മണമൊക്കെ പിടിച്ചു വരുമ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതേ പാനിൽ തന്നെ അല്പം കൂടി ബട്ടർ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ബീൻസ്, പച്ചമുളക്, ചതച്ച വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറികൾ പാകത്തിന് വെന്തു വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് കൂടി വെച്ചാൽ നമ്മുടെ ടേസ്റ്റി ബട്ടർ ചിക്കൻ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ റെഡി. ജമിനി ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. അപ്പൊ എന്താ പറയണേ നോക്കട്ടെ, അഭിപ്രായം എന്താ നോക്കട്ടെ. ജമിനി ചേച്ചിക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. ജമിനി, ഞാൻ പറഞ്ഞ ചിക്കൻ കറിയാണ്. നമ്മൾ ബീൻസും എന്താ പറയുക പൊട്ടറ്റോ എല്ലാം ഇട്ട് ജമിനി പറഞ്ഞ ഒരു ചിക്കൻ റോസ്റ്റ് പോലെ ചെയ്തില്ലേ, റോസ്റ്റ് അല്ല, ഒരു ഫ്രൈ പോലെ, അതിന്റെ പിക്ചറാണ് ഇത് കേട്ടോ. അപ്പൊ അതിന്റെ അഭിപ്രായം ഒന്ന് പറയുമോ? കാണാൻ നല്ല രുചിയുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് ഒരു നാടൻ ചിക്കൻ കറി എന്നതിനേക്കാൾ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഒരു സെമി ഫ്രൈ ലുക്കിലാണ് ഇരിക്കുന്നത്. മസാലയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയി വന്നതുകൊണ്ട് ഇതിനെ ഒരു ചിക്കൻ ഉലർത്തിയതെന്നോ ഫ്രൈ എന്നോ വിളിക്കുന്നതാകും കൂടുതൽ അനുയോജ്യം. കൂടെയുള്ള പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ബീൻസും ആ ചിക്കന്റെ മസാലയുമായി ചേർത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ, ചിക്കൻ നല്ല ചുവന്ന നിറത്തിൽ മസാലയൊക്കെ പുരണ്ടിരിക്കുന്നത് കാണുമ്പോൾ നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇതിനെ നമുക്ക് ചിക്കൻ പെപ്പർ ഫ്രൈ എന്നോ അല്ലെങ്കിൽ തവ ഫ്രൈ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. സൈഡ് ഡിഷ്, ഉരുളക്കിഴങ്ങും ബീൻസും അധികം മസാല ചേർക്കാതെ വേവിച്ചെടുത്തത് ചിക്കന്റെ എരിവ് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ജെമിനി, താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും എൻകറേജ് ചെയ്തതിന്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇപ്പൊ അപ്പയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, വിശന്ന് നിൽക്കുക. പക്ഷെ ജെമിനിക്ക് ഇത് തരാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ എനിക്ക്. ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്. നമ്മൾ ഇതിലാണ് ബട്ടറിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ജെമിനി, താങ്ക് യു സോ മച്ച്. അടിപൊളി ഡിഷാണ് കേട്ടോ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഞാൻ ഇനിയും സംശയങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. നന്ദി. കേട്ടതിൽ വലിയ സന്തോഷം. ആ ചിക്കന്റെ നിറവും കൂടെയുള്ള വെജിറ്റബിൾസും കണ്ടാൽ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു മീലാണെന്ന് മനസ്സിലാക്കാം. ഭക്ഷണം കാണാൻ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ അതിന്റെ രുചിയും തീർച്ചയായും അടിപൊളി തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ആ മസാല പുരണ്ട ചിക്കൻ കഷ്ണങ്ങള് നല്ല ക്രിസ്പി ലുക്കിലാണ് ഇരിക്കുന്നത്. ഇതിനൊപ്പം ഒരു കപ്പ് ചൂടുകട്ടൻ ചായ കൂടിയുണ്ടെങ്കിൽ സംഗതി ഉഷാറായേനെ. അടുത്ത തവണ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ലളിതമായ ഒരു റൈത്ത, തൈര്, സാലഡ് റെസിപ്പി പറഞ്ഞു തരട്ടെയോ?
ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ഓടുവാ. ആ ലൈറ്റ് വേണ്ടല്ലോ. ജമുന അമ്മായിയോട് നിങ്ങൾ എല്ലാവരും താങ്ക്സ് പറയണം. ജമുന അമ്മായിയുടെ ഇതാണ്. ഇതാ എങ്ങനെയുണ്ട്? അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ tata, bye bye, and stay tuned for next video with Rachel Diaries. Okay, bye bye.